പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറെ ശ്രേഷ്ഠമായ മഹത്വമുള്ള ഒരു ഇബാദത്താണ് അദ്ദുആ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത്, ആരാധന. അദ്ദുആഉ മുഖുൽ ഇബാദ, ദുആ പ്രാർത്ഥന എന്നത് ഇബാദത്തിൻ്റെ ഏറ്റവും വലിയ കാമ്പാണ്, മുഖാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, പ്രാർത്ഥന എന്നത് വിശ്വാസിയുടെ ഒരു ആയുധമാണ്. അവന് എല്ലാ പരീക്ഷണങ്ങളെ തടുക്കാനും അവൻ്റെ എല്ലാ പ്രോബ്ലങ്ങൾക്കുമുള്ള സൊല്യൂഷൻ തൻ്റെ റബ്ബിനോട് എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഇൻ്റെ വിഷയത്തിൽ ഏറെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ലൈസ ഷൈഉൻ അക്റമ മിനല്ലാഹി അക്റമ ഷൈഉൻ മിനല്ലാഹി അദ്ദുആ. അള്ളാഹുവിൻ്റെ അടുക്കൽ ദുആഇനേക്കാൾ മഹത്വമുള്ള റെസ്പെക്റ്റഡായ വേറൊരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് ചൊല്ലിയിട്ടുണ്ട്, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ആൻസർ നൽകാം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ. നബിയെ, അള്ളാഹുവിനെക്കുറിച്ച് റബ്ബിനെക്കുറിച്ച് നിങ്ങളോട് കേട്ടാൽ ചൊല്ലിക്കൊടുക്കുക, റബ്ബ് ഏറെ അടുത്തുള്ളവനാണ്. ദുആ ചെയ്യുന്നവൻ്റെ ദുആഇന് ഉത്തരം നൽകാൻ, ആൻസർ നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല റെഡിയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രത്യേകമായ നാളുകളിൽ, റമദാനിൻ്റെ രാപ്പകലുകളിൽ ദുആഇനെ നമ്മൾ അധികരിപ്പിക്കുക. നമ്മുടെ ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ വിഷയങ്ങളിലും റബ്ബിനോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുക. ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വ ഖുഫിയ, വളരെ താഴ്മയോടുകൂടി വിനയത്തോടുകൂടിയാണ് നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്. നിങ്ങൾ വളരെ ജോറിൽ ബൊബ്ബയിട്ടിട്ട് സൗണ്ടിൽ അല്ല, പിന്നെയോ വളരെ സോഫ്റ്റ് ആയിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക. സഹാബികൾ പറയുന്നു, ഒരിക്കൽ ഞങ്ങൾ ഒരു സഫർ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മടങ്ങുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ തക്ബീറുകൾ ഇങ്ങനെ ഉച്ചത്തിൽ ചൊല്ലുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇർബഉ അലാ അൻഫുസിക്കും, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചൊല്ലിക്കോളൂ. ഇന്നക്കും തദ്ഉന ലൈസ അസമ്മൻ വലാ ഗായിബൻ, കാത് കേൾക്കാത്ത അതല്ലെങ്കിൽ ഇവിടെ ഹാദിറില്ലാത്ത ഒരാളെയല്ല നിങ്ങൾ വിളിച്ചു തേടുന്നത്. ഇന്നഹു സമീഅൻ ഖരീബ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും ഏറെ അടുത്തുള്ളവനുമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനും കേൾക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ദുആ ചെയ്യുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 രൂപത്തിലാണ് ഉത്തരം നൽകുന്നത്. മാമിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ, ഏതൊരു മുസ്ലിം റബ്ബിനോട് ദുആ ചെയ്യുന്നു, ലൈസ ഫിഹാ ഇസ്മുൻ വലാ ഖതിഅത്തു റഹിം, ആ ദുആയിൽ അവന് പാപങ്ങൾ ചെയ്യുന്നവനല്ല, തിന്മകൾ തപ്പുകൾ ചെയ്യുന്നവനല്ല, അതുപോലെ തന്നെ കുടുംബ ബന്ധം മുറിക്കുന്നില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 രൂപത്തിൽ അവന് അതിന് ആൻസർ നൽകും. ഇമ്മാ യുഅജ്ജില ലഹു ദഅവതഹു, അവൻ്റെ ദുആഇന് അപ്പോൾ തന്നെ ആൻസർ നൽകും. അല്ലെങ്കിൽ അയ്യദ്ഖിറഹു ഇലൽ ആഖിറ, ആഖിറത്തിലേക്ക് ആ ദുആഇൻ്റെ സവാബ് അല്ലാഹു മാറ്റിവെക്കും. അല്ലെങ്കിൽ ഔ യസ്രിഫഹു മിൻഹു അസൂ, അവനിൽ നിന്ന് ഏതെങ്കിലും തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ എന്ത് തേടുകയാണെങ്കിലും അല്ലാഹുവിനോട് തേടുക. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വ ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് തേടുക, സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടുക. അല്ലാഹുവിന് അത് ഏറെ ഇഷ്ടമാണ്. മല്ലം യസ്അലില്ലാഹ യഗ്ളബു അലൈഹി, അള്ളാഹിനോട് കേട്ടിട്ടില്ലെങ്കിൽ അള്ളാഹു അവൻ്റെ മേൽ കോപിക്കും. മനുഷ്യന്മാരോടാണെങ്കിൽ എന്തെങ്കിലും തേടിയാൽ, എന്തെങ്കിലും പൈസ കടം ചോദിച്ചാൽ 1, 2, 3 പ്രാവശ്യമൊക്കെ ആളുകൾ തരും, പിന്നെ ആളുകൾക്ക് ദേഷ്യം വരും. എന്നാൽ അള്ളാഹുവിനോട് എത്ര തേടുന്നുവോ കേൾക്കുന്നുവോ അത്രയും അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹിനോട് കേട്ടിട്ടില്ലെങ്കിൽ അള്ളാഹു കോപിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ദുആഇന് ആൻസർ ലഭിക്കുന്ന പ്രത്യേകമായ സന്ദർഭങ്ങളുണ്ട്. റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടിമകൾ അടുക്കുന്നത് അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്, ഒരടിമ തൻ്റെ റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സുജൂദിലാണ്. ഫഅക്സിറു ദുആ ഫീഹി, അതുകൊണ്ട് ദുആയിൽ നിങ്ങൾ സുജൂദിൽ നിങ്ങൾ ദുആകൾ ഏൽപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി.
എത്ര ഒരു വിശ്വാസി ദുആ ചെയ്യുന്നോ അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവനെ ഇഷ്ടപ്പെടും. അവൻ്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തും കൊടുക്കും. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. മുസ്ലിം ഉമ്മത്തിൻ്റെ ഇസ്സത്തിന് വേണ്ടി ആക്രമിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ഫിലസ്തീനിലൊക്കെയുള്ള ഒരുപാട് പിഞ്ചു പൈതങ്ങൾ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട നിരാലംബരായ യതീമുകളായ ഇങ്ങനെ വേദന അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയും നമ്മൾ ദുആ ചെയ്യുക. തീർച്ചയായും നമ്മുടെ ദുആ അത് വിശ്വാസികൾക്കെല്ലാം, സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും എല്ലാവർക്കും വേണ്ടിയായിരിക്കണം ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, നിന്റെ നിഅമത്തുകൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന്. സഹോദരങ്ങളെ, അള്ളാഹിൻ്റെ നിഅമത്തുകൾ എമ്പാടും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ്. അതില്ലാതായി പോകുന്നത് നമ്മൾ പേടിക്കണം. അതിൽ നിന്ന് റബ്ബിനോട് രക്ഷ തേടുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക, റബ്ബേ നീ നൽകിയ ആഫിയത്ത്, അതുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്, ഇരിക്കുന്നത്, എൻ്റെ എല്ലാ കാര്യങ്ങളും നിൻ്റെ ആഫിയത്ത് കൊണ്ടാണ്, നീ നൽകിയ ആഫിയത്ത് കൊണ്ടാണ്. അത് ചേഞ്ചായി പോകുന്നത്, അത് ഇല്ലാതായി പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഫുജാഅതി നിഖ്മതിക, പെട്ടെന്നുള്ള അള്ളാഹുവിൻ്റെ പണിഷ്മെൻറ്റ്, ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുക. വജമീഇ സഖതിക, റബ്ബേ നിൻ്റെ മുഴുവൻ കോപങ്ങൾ, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത, അള്ളാഹു കോപിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും റബ്ബേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ആ ഒരു ദുആ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ദുആകൾ പഠിക്കുകയും അതിൻ്റെ അർത്ഥം പഠിക്കുകയും, അത് എല്ലാ സന്ദർഭത്തിലും വെറുതെ ഒരു ദുആയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മിൻ ഖൽബിൻ ഗാഫിലില്ലാ, അല്ലാഹു ഗഫലത്തിലായിക്കൊണ്ട് അവനിലേക്ക് ദുആ ചെയ്യുന്ന ആളുകൾക്ക് ഇജാബത്ത് നൽകുകയില്ല. എന്തൊക്കെയോ അവനെ ചൊല്ലിപ്പറയുന്നുണ്ട്, പക്ഷേ എന്താ ചൊല്ലിപ്പറയുന്നതെന്ന് അവൻ അറിയില്ല. അവൻ്റെ കൽബ് എവിടെയൊക്കെയോ ആണ്. അശ്രദ്ധമായ കൽബോടുകൂടി ദുആ ചെയ്യുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആൻസർ നൽകുകയില്ല. നമ്മൾ എന്താണോ തേടുന്നത് അതിനെക്കുറിച്ച് കൃത്യമായ ബോധം നമുക്ക് വേണം. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ഈ രാജ്യം, ഈ രാഷ്ട്രത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ, റബ്ബേ ഞങ്ങളോട് കരുണ കാണിക്കാത്ത ആളുകളെ ഞങ്ങളുടെ അധികാരത്തിൽ നീ നിർത്തരുതേ. അതൊക്കെ ദുആ ചെയ്യേണ്ടതാണ്. സലഫുകൾ, മുൻഗാമികൾ, പ്രവാചകന്മാർ, സ്വഹാബികൾ ഒക്കെ പ്രാർത്ഥിച്ച ശത്രുക്കളുടെ, അവരിൽ നിന്നുള്ള ഭീഷണികളും ശത്രുക്കളുടെ അക്രമങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷ തേടാൻ. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെയാണ് നമുക്ക് മുന്നിലുള്ളത്. അതും നമ്മൾ മറന്നു പോകരുത്. ഇന്ത്യ രാഷ്ട്രത്തിൻ്റെ ആ ഭാവിയെക്കുറിച്ച് അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുന, വിശ്വാസികളോട്, മുസ്ലിമീങ്ങളോട് കരുണ കാണിക്കാത്ത ആളുകളെ ഞങ്ങളുടെ അധികാരത്തിലാക്കരുത് എന്ന് നമ്മൾ ദുആ ചെയ്യുക. വിശ്വാസിയുടെ ദുആയിൽ എല്ലാം ഉൾപ്പെടണം, എല്ലാ കാര്യങ്ങളും. ആ രൂപത്തിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആഇന് ഇജാബത്ത് ലഭിക്കുന്നതായ ഈ ദിനരാത്രങ്ങളിൽ ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ദുആകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.